ഹായ്. ഹക്കീം ഷാ, പൂർണിമ ഇന്ദ്രജിത്ത്, അതുപോലെ തന്നെ പ്രിയംവദ കൃഷ്ണൻ തുടങ്ങിയവരൊക്കെ കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് ഇപ്പോൾ റീസെൻ്റ്ലി മനോരമ മാക്സ് വഴി പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്ന ഒരു മലയാളം റൊമാൻറ്റിക് കോമഡി ഡ്രാമ ചിത്രമായിരുന്നു ഒരു കട്ടിൽ ഒരു മുറി എന്നുള്ളത്. എന്തായാലും ഈ ഒരു സിനിമയെ പറ്റിയാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. സിനിമയുടെ ഒരു പ്രമേയം എന്നുള്ളത് നമ്മുടെ ചിത്രത്തിലെ ഒരു 3 സുപ്രധാന കഥാപാത്രങ്ങൾ, 3 പേർക്കും വ്യത്യസ്ത സാഹചര്യങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. എന്തായാലും ഇവരുടെ ലൈഫ് ഇങ്ങനെ കണക്ട് ആക്കുന്ന അല്ലെങ്കിൽ ഒന്നിച്ച് കണക്ട് ആക്കാൻ വേണ്ടി ശ്രമിക്കുന്നതൊക്കെയാണ് ഏകദേശം സിനിമയുടെ കഥ എന്ന് പറയാൻ സാധിക്കും. കൂടുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ സിനിമ കണ്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കിയെടുക്കുക. ഈ ഒരു സിനിമയെ പറ്റി പറയുമ്പോഴത്തേക്കും വലിയ എക്സ്പെക്ടേഷൻ ഒന്നും കൊടുക്കാതെ പോവുകയാണെങ്കിൽ ആ കുഴപ്പമില്ല, അല്ലെങ്കിൽ ഒരു വൺ ടൈം വാച്ചബിൾ എക്സ്പീരിയൻസ് നൽകുന്ന ഒരു സിനിമ കാണാന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം എന്നുള്ളത്. ഇപ്പോൾ ഇതിൻ്റെ കഥയൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ വലിയ സംഭവം എന്ന് പറയാൻ സാധിക്കില്ല, എങ്കിലും ഈ ഒരു സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ കണ്ടു തീർക്കുമ്പോഴത്തേക്കും കുഴപ്പമില്ല കേട്ടോ എന്നുള്ള ആ ഒരു ഫീൽ നൽകുന്ന ചില കഥകളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അതൊന്നും വലിയ മാരകമല്ല, എങ്കിലും എവിടെയോ എന്തൊക്കെയോ നമ്മുടെ മനസ്സിലേക്ക് തട്ടി, ഓക്കെ അതുകൊണ്ടാ ഓക്കെ എന്നുള്ളൊരു ഫീൽ നൽകില്ലേ. അത്തരത്തിലുള്ള ഒരു കഥയും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ചിത്രത്തിനുള്ളിൽ ഉണ്ടായിരുന്നതെന്ന് പറയാൻ സാധിക്കും. അതും ഏറ്റവും എടുത്തു പറയേണ്ടത്, ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ വ്യത്യസ്ത കഥാപാത്രങ്ങളാണ്, വ്യത്യസ്ത സാഹചര്യങ്ങളാണ്. ഇതെല്ലാം ക്ലൈമാക്സിൽ കൊണ്ടുവന്ന് കണക്ട് ആക്കുമ്പോൾ ചെറിയൊരു ടേണൊക്കെ സൃഷ്ടിക്കുന്നുണ്ട്. അത് രസമായിട്ട് തോന്നി. അതാണ് ഞാൻ പറഞ്ഞത്, ചില സിനിമയ്ക്കുള്ളിൽ നമ്മൾ എന്തെങ്കിലും ഹുക്ക് ചെയ്യിക്കുന്ന എന്തെങ്കിലുമൊക്കെ കാര്യം കാണുമല്ലോ കഥാപരമായിട്ട് അല്ലെങ്കിൽ കഥയ്ക്കുള്ളിൽ. അത്തരത്തിലുള്ള കുറച്ച് മൊമെന്റ്സ് ഒക്കെ സിനിമയുടെ സ്റ്റോറിക്കുള്ളിലൂടെ കിട്ടുന്നുണ്ടായിരുന്നു. അതുപോലെ പ്രകടനങ്ങളും കിട്ടുമായിട്ട് തന്നെയാണ് നിന്നിട്ടുണ്ടായിരുന്നത്. എടുത്തു പറയേണ്ടത് ഹക്കീം ഷാ, അതുപോലെ തന്നെ പൂർണിമ ഇന്ദ്രജിത്ത്, അതുപോലെ തന്നെ നായികയായിട്ട് എത്തിയിട്ടുണ്ടായിരുന്ന പ്രിയംവദ കൃഷ്ണൻ, 3 പേരും അത്യാവശ്യം നീറ്റായിട്ടുള്ള പെർഫോമൻസ് കൊടുക്കുന്നുണ്ട്. കൂടാതെ കുറേ പ്രഗത്ഭരായിട്ടുള്ള താരങ്ങൾ ഈ ഒരു സിനിമയ്ക്കുള്ളിലുണ്ട്. വിജയരാഘവൻ, അതുപോലെ തന്നെ ജനാർദ്ദനൻ, പിന്നെ നമ്മുടെ ഷമ്മി തലങ്ങൻ, അങ്ങനെ തുടങ്ങിയ ഒരു പ്രമുഖരായിട്ടുള്ള താരങ്ങളൊക്കെ ഈ ഒരു സിനിമയ്ക്കുള്ളിലുണ്ട്. പിന്നെ ഈ ഒരു സിനിമ ടെക്നിക്കൽ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം മ്യൂസിക് വർക്കൊക്കെ തന്നെ ഗംഭീരമായിരുന്നു. അത് ഒരു പലപ്പോഴും ഈ ഒരു സിനിമ ഒരു ഫീൽ ഗുഡ് ലെവലിലേക്കൊക്കെ എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ എത്തിക്കുന്നുണ്ട്. അത് തീർച്ചയായിട്ടും പ്രേക്ഷകർക്ക് വർക്കൗട്ട് ആയത് ആ ഒരു മ്യൂസിക് വർക്ക് കൊണ്ടായിരുന്നു എന്ന് പറയാൻ സാധിക്കും. കൂടാതെ സിനിമാറ്റോഗ്രഫി കാഴ്ചയും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലാണ് നിന്നിട്ടുണ്ടായിരുന്നത്. മൊത്തത്തിൽ പറയുമ്പോഴത്തേക്ക് വലിയ സംഭവമൊന്നും അല്ല, ഓക്കെ. അതായത് ഈ ഒരു സിനിമയുടെ കഥ അല്ലെങ്കിൽ സിനിമ 2 മണിക്കൂറാണ് സഞ്ചരിക്കുന്നത്. നമുക്ക് മൊത്തം കണ്ടു തീർത്ത് കഴിയുമ്പോഴത്തേക്കും ഒരു 1.5 മണിക്കൂർ കൊണ്ട് പ്രസന്റ് ചെയ്യാനുള്ള ഒരു കഥയല്ലേ ഇതിലുള്ളിലുള്ളൂ എന്നുള്ളൊരു ചോദ്യം വരും. കാരണം പലപ്പോഴും നമുക്ക് കഥാപരമായിട്ട് ഈ ഒരു സിനിമ മുന്നോട്ട് പോകുന്ന ഒരു ഫീല് വരില്ല. എസ്പെഷ്യലി ആദ്യ പകുതി ഒന്നും തന്നെ അല്ലെങ്കിൽ വലിയ കഥാപരമായിട്ട് എന്തൊക്കെയോ ഇങ്ങനെ മുന്നോട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുവാണല്ലോ എന്നുള്ള ഫീലില്ല. ഒരിടത്ത് തന്നെ ഇങ്ങനെ വട്ടം കറങ്ങി നിൽക്കുന്ന തന്നെ ഒരു ഫീലാണ് കിട്ടുന്നത്. കൂടാതെ ഒരുപാട് അനാവശ്യ സിറ്റുവേഷൻസും കാര്യങ്ങളൊക്കെ കോർത്തിണക്കെയാണ് ഈ ഒരു സിനിമ അണിയിച്ചൊരുക്കിയിട്ടുള്ളത്. അതിലും എടുത്തു പറയേണ്ടത് ജനാർദ്ദനൻ പോലെയൊക്കെയുള്ള ആ ഒരു പ്രഗത്ഭരായിട്ടുള്ള താരങ്ങളെയൊക്കെ ഇതിൽ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത് വല്ല ജൂനിയർ ആർട്ടിസ്റ്റുകൾക്കും കൊടുക്കാൻ പറ്റുന്ന ചെറിയ റോളുകളൊക്കെ ഉണ്ടല്ലോ, അത്തരത്തിലുള്ള ക്യാരക്ടേഴ്സ് ഒക്കെ ആയിട്ടാണ് ഇതിൽ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. അത് നമുക്ക് വലിയ ആവശ്യമെന്ന് തോന്നാത്ത കുറേ സിറ്റുവേഷൻസ് ഇത്തരത്തിലുള്ള പ്രമുഖരായിട്ടുള്ള താരങ്ങളെയൊക്കെ വെച്ച് ചെയ്തിരിക്കുകയാണ്. കുറച്ചുകൂടി റൈറ്റിങ്ങിൽ ഈ ക്യാരക്ടറിനെയൊക്കെ തന്നെ കുറച്ചുകൂടി ഡെവലപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. അതും ഈ 3 കഥാപാത്രങ്ങൾ എന്ന് പറഞ്ഞില്ലേ, ഈ 3 പേർക്കും കുറേ ഇമോഷൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നമുക്ക് കണ്ടു തീർത്ത് കഴിയുമ്പോഴും നമുക്ക് എക്സാക്റ്റ് ആ ഒരു ഇമോഷൻ നമ്മുടെ മനസ്സിലേക്ക് കിട്ടില്ല, അല്ലെങ്കിൽ അവരുടെ ആ ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളും അത് നമുക്ക് അങ്ങനെ വലിയ ഫീൽ ചെയ്യാനൊന്നും സാധിക്കില്ല. കാരണം അത്രയും ഒരു കെയർലെസ് ആയിട്ടാണ്, അല്ലെങ്കിൽ അത്രയും ഒരു ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള ഒരു റൈറ്റിംഗ് ഈ ക്യാരക്ടറിലൊന്നും തന്നെ നടത്തിയിട്ടില്ല. അതും വലിയൊരു പ്രശ്നം തന്നെയാണ്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു ടൈം പാസിന് ഒരു വട്ടം കണ്ടിരിക്കാൻ സാധിക്കുന്ന ഒരു സിനിമ എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും. എന്തായാലും ഈ ഒരു സിനിമയ്ക്ക് ഏറ്റവും കുറഞ്ഞത് ഒരു 6 ഔട്ട് ഓഫ് 10 ആണ് നൽകുന്നത്. 10 ഫാമിലി ഒക്കെ ആയിട്ടിരുന്ന് കാണാൻ സാധിക്കുന്ന ഒരു ചിത്രം കൂടിയാണ്. നമുക്ക് എന്തായാലും മറ്റൊരു സിനിമയുടെ വിശേഷമായിട്ട് വീണ്ടും കാണാം. ബൈ.